ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ ഷമേ, എന്താ പ്രശ്നം? അമ്മ എന്താ വന്നിട്ട് ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോയത്? നമ്മൾ ഇവിടെ കിടന്ന് ആർക്ക് വേണ്ടിയാ കഷ്ടപ്പെടുന്നേ? അമ്മ ഈ കാണിക്കുന്നത് ലോകത്ത് ആരെങ്കിലും കാണിക്കുന്ന കാര്യമാണോ? ദേ, ഈ കുടുംബശ്രീ ചായക്കട എങ്ങനെയാ നടന്നു പോകുന്നതെന്ന് പോലും കുറച്ച് ദിവസമായിട്ട് അമ്മ അറിഞ്ഞിട്ടില്ല. നീ വന്നേ. അങ്ങനെ രണ്ടാം തരം പ്രവൃത്തി എന്തിനാ കാണിക്കുന്നെന്ന് അമ്മയോട് ചോദിച്ചിട്ട് എന്നെ കാര്യം. നമ്മൾ അമ്മയുടെ മക്കള് തന്നെയല്ലേ. കളക്ടർ പദവി ഇല്ലെങ്കിലും നമ്മൾ ചെയ്യുന്നത് അമ്മയെ സഹായിക്കുന്ന ജോലിയല്ലേ. അതെന്താ അമ്മ കണ്ടില്ലെന്ന് നടിക്കുന്നേ? നീ വന്നേ, അതൊന്ന് അറിഞ്ഞിട്ട് എന്നെ കാര്യം. വാ. അമ്മ വാതിലകത്ത് നടച്ചിരിക്കുകയാണല്ലോ. അല്ല, ഇതെന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? അല്ല, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീങ്ങ് പോരെ, എന്തെങ്കിലും കാണിക്കട്ടെ. വാ. മോനെ വിഷ്ണു, ഇത് ശാലിനിയുടെ അടുത്തിരുന്ന് അവളുടെ മനസ്സിന്റെ നിയന്ത്രണം വരെ നഷ്ടപ്പെട്ടു എന്ന് വരാം. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. വലിയൊരു കടമ്പയാ ഇനി എന്റെ മുമ്പിലുള്ളത്. നിന്റെ ഓർമ്മകളിൽ നിന്നും ശാലിനിയെ പൂർണ്ണമായി മാറ്റിയെടുക്കണം. അവൾ സ്വയം മനസ്സിലാക്കണം അവളുടെ കുഞ്ഞുങ്ങൾക്ക് ഇനി അവള് മാത്രമേ ഉള്ളൂ എന്ന്. അവർക്ക് വേണ്ടിയാണ് അവൾ ഇനി ജീവിക്കേണ്ടതെന്ന്. അങ്ങനെ അവള് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇനി അവൾക്ക് വേണ്ടിയും അവളുടെ കുട്ടികൾക്ക് വേണ്ടിയും ജീവിച്ചു തുടങ്ങും. എനിക്കറിയാം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് വലിയൊരു ഉത്തരവാദിത്വമാണെന്ന്. വിഷ്ണുവിന്റെ ഓർമ്മകളിൽ നിന്നും ശാലിനിയെ പെട്ടെന്നൊന്നും മാറ്റിയെടുക്കാനൊന്നും ആവില്ല. എങ്കിലും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്റെ മോൾക്കും കുട്ടികൾക്കും വേണ്ടി.